കള്ളനും കവിയും തമ്മിലുള്ള കൗതുകമാർന്ന ബന്ധത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ വായിച്ചു. മഹാരാഷ്ട്രയിലാണ് സംഭവം. ഒരു വീട്ടിൽ കള്ളൻ കയറിയതാണ്. ആ വീട്ടിൽ ആരുമില്ല. 10 ദിവസമായിട്ട് വീട് അടച്ചു കിടക്കുകയാണെന്ന് മനസ്സിലാക്കിയ കള്ളൻ അവിടെ എത്തി. ആരുമില്ലാത്തത് കൊണ്ട് സുഖ മോഷണം നടത്തി. ഇഷ്ടംപോലെ അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയി. പിറ്റേ ദിവസം കള്ളന് ഇത്തിരി കൂടി സാധനം അവിടെ നിന്ന് എടുക്കാം എന്ന് തോന്നിയിട്ട് പിറ്റേ രാത്രിയും കള്ളൻ വരികയാണ്. കള്ളൻ ഇവിടെ വന്ന് തലേ ദിവസം കാണാത്തൊരു കാര്യം കള്ളൻ കണ്ടു. തലേ ദിവസം ധൃതി പിടിച്ച് മോഷ്ടിച്ചത് കൊണ്ടാവാം ആ വീട്ടിലെ ഫോട്ടോ, അതിൻ്റെ കൂടെ വെച്ച പുസ്തകങ്ങളൊന്നും കള്ളൻ കണ്ടിരുന്നില്ല. ആ ഫോട്ടോ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട, കള്ളന് പ്രിയപ്പെട്ട ഒരു കവിയുടെ, അതായത് നാരായൺ സുർവേ എന്ന് പറയുന്ന ഒരു ജനകീയ കവിയുടെ ഫോട്ടോ ആണ്. അതിനടുത്ത് പുസ്തകമുണ്ട്. അപ്പൊ കള്ളൻ അതിൽ വലിയ പ്രയാസം തോന്നി. കവിയുടെ വീട്ടിൽ വന്ന് മോഷ്ടിക്കേണ്ടിയിരുന്നില്ല എന്ന് കള്ളന് തോന്നി. കള്ളൻ അതിൽ വലിയ പശ്ചാത്താപം ഉണ്ടായത് കൊണ്ട് കള്ളൻ ക്ഷമ യാചിച്ചുകൊണ്ടുള്ള ഒരു കത്ത് കവിക്ക് എഴുതി വെക്കുകയാണ്. പ്രിയപ്പെട്ട കവി, അങ്ങയുടെ വീടാണെന്ന് അറിഞ്ഞിരുന്നില്ല. അങ്ങക്ക് ഇതുപോലൊരു വീടുണ്ടെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് മോഷ്ടിച്ച വസ്തുക്കൾ ഞാൻ തിരിച്ചേൽപ്പിക്കുന്നു. അങ്ങയോട് ഞാൻ ക്ഷമ യാചിക്കുന്നു. എനിക്ക് മാപ്പ് തരണം എന്ന് എഴുതി വെച്ചൊരു കത്തും അവിടെ ഇട്ട് കള്ളൻ പോയതാണ്. ഈ കള്ളനും കവിയും തമ്മിൽ എന്താണ് ബന്ധം എന്നത് നമ്മൾ ആലോചിച്ചാൽ, ഒരു കള്ളൻ, ഒരു കൊള്ളക്കാരൻ പ്രായശ്ചിത്തം നടത്തി പശ്ചാത്തപിച്ച് അങ്ങനെ നാരദ മഹർഷിയുടെ ഒക്കെ തന്നെ ഉപദേശം സ്വീകരിച്ചിട്ട് തപസ് ചെയ്ത് ഏറ്റവും ഒടുക്കം അദ്ദേഹം വാൽമീകിയായി മാറി. ചിതൽപുറ്റിൽ നിന്ന് പുറത്തു വന്നവൻ എന്ന നിലയിൽ വാൽമീകി ആദി കവിയായി കരച്ചിലിന്റെ പിറകെ കൂടുന്ന രീതിയിൽ അലിവുള്ള ഒരു മനുഷ്യനായി. അങ്ങനെ മനുഷ്യരാശിയുടെ സങ്കടം, പ്രയാസം, പ്രതിസന്ധി ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള രാമായണം എന്ന് പറയുന്ന ആദി കാവ്യം രചിച്ചത് ഒരു മനപരിവർത്തനം വന്ന കള്ളനാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. ഇങ്ങനെ കള്ളനും സാഹിത്യവും കള്ളനും കലയും തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് കള്ളൻ എപ്പോഴും മറഞ്ഞിരിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നു. എവിടെയാണ് നിധിയുള്ളത്, എവിടെയാണ് സമ്പത്തുള്ളത് എന്ന് കണ്ടറിയാനുള്ള സവിശേഷമായ ഒരു സിദ്ധി കള്ളനുണ്ട്. അതവിടെ നിന്ന് കട്ടെടുക്കാൻ മനുഷ്യ ഹൃദയത്തെക്കുറിച്ചുള്ള അഗാധമായ ജ്ഞാനം കവിക്കുണ്ട്, സാഹിത്യകാരനുണ്ട്. രണ്ടുപേരും സൂക്ഷ്മതയുള്ള, വളരെ ശ്രദ്ധയുള്ള ജോലിക്കാരാണ്. കള്ളനും അതെ, കവിയും അതെ. രണ്ടുപേരും കാണിക്കുന്ന ആ ശ്രദ്ധയിൽ സാമ്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കവിക്കും സാഹിത്യകാരനും ഒരു ബന്ധമുണ്ട്. ഞാൻ വിചാരിക്കുന്നു, ഒരു കവിയുടെ വീട്ടിൽ നിന്ന് ഒരിക്കലും ഒരു കള്ളൻ മോഷ്ടിക്കാൻ ആഗ്രഹിക്കുകയില്ല എന്നാണ്. കള്ളൻ കളവ് മുതൽ തിരിച്ചു കൊടുത്ത ഗംഭീരമായ ഒരു സംഭവം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന കഥയിലുണ്ട്. ആ കഥ നമുക്കറിയാം. വളരെ ക്രൂരന്മാരായ മനുഷ്യന്മാരാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു നാട്ടിൽ, അവിടെയുള്ള ആളുകൾക്കൊന്നും മനുഷ്യപ്പറ്റില്ലാത്ത ആളുകളാണ്, എന്തും ചെയ്യും. അവിടെയാണ് കഥാകാരൻ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നു. കാശ് കൊടുക്കാൻ നേരത്ത് കാശ് കൊടുക്കാനില്ല, പോക്കറ്റടിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അയാൾ അപമാനിതനായി. ക്രൂരനായ ആ ഹോട്ടലുകാരൻ ഇദ്ദേഹത്തെ എന്തും ചെയ്യും, അപമാനിതനാക്കുകയാണ്. വസ്ത്രമൊക്കെ അയക്കാൻ വേണ്ടി പറയുകയാണ്. നഗ്നനായ കഥാകാരൻ തെരുവിലൂടെ കണ്ണില്ലാതെ അന്ധനായി നടക്കുമല്ലോ എന്ന ആലോചനയിൽ ബേജാറിലിരിക്കുന്ന സമയത്താണ് ആ ഹോട്ടലിൽ നിന്ന് തടിച്ച കൊമ്പൻ മീശക്കാരനായ ഒരാൾ എഴുന്നേറ്റ് വന്ന് ഈ ഹോട്ടൽക്കാരൻ്റെ അടുത്ത് എന്ന് പറയുന്നത്, ഈ
ഇയാൾ ഇത്ര കാശാണ് തരാനുള്ളത്. ആ കാശ് കൊടുത്തിട്ട് വസ്ത്രം ധരിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുറത്തോട്ട് കൊണ്ടുവരുന്നു. പുറത്തോട്ട് കൊണ്ടുവന്ന അയാൾ തന്നെയാണ് കഥാകാരന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചത്. അപ്പോ ആ കഥയിൽ ബഷീർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പേരെന്താണ്? പേര് ദേവ് എന്നായിരിക്കും അല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയിൽ ഇങ്ങനെ പാടുന്നുണ്ട്, കക്കുന്നവൻ വലുതായാൽ കാക്കുന്നവനാകും, കാക്കുന്നവൻ ചെറുതായാൽ കക്കുന്നവനാകും. അപ്പോൾ കക്കുന്നവൻ വലുതായ ഒരു വാർത്തയാണ് നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്ന് മറാത്തി കവിയായ നാരായൺ സൂർവയുടെ മുതല് തിരിച്ചു കൊടുത്തുകൊണ്ട് ആ കള്ളൻ കാണിച്ചത്. അതൊരു നിമിത്തമായി ചിലപ്പോൾ ആ കള്ളൻ ഇനി മുതൽ മോഷണം നിർത്തിയേക്കാം, അദ്ദേഹം മാറിയേക്കാം, അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. കാരണം ഒരാൾ എല്ലായ്പ്പോഴും ഉടനീളം അയാളല്ല. ഇപ്പൊ കൽപ്പറ്റ നാരായണന്റെ കവിതയിൽ പറയുന്നത് പോലെ ഒരാൾ ഉടനീളം അയാളല്ല. ഒരു കള്ളൻ എല്ലായ്പ്പോഴും കള്ളനല്ല. അദ്ദേഹം ചില സമയങ്ങളിൽ സൂത്രം പിടിച്ചിരിക്കുകയാണ്. നേരിനെ കാണുമ്പോൾ നോക്കാനുള്ളൊരു സൂത്രം പിടിച്ചിരിക്കാം. സൂത്രം പിടിക്കുമ്പോൾ ഒറ്റക്കണ്ണനല്ല എന്നും കവിവാക്യമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അറിയുന്ന ഒരു കാര്യം, ഇതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യൻ മാറാൻ സാധ്യതയുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യൻ അധപ്പതിച്ചു പോകാനും സാധ്യതയുണ്ട്. അങ്ങനെ കക്കുന്നവനായവൻ കാക്കുന്നവനായി മാറിയതിൻ്റെ ചിത്രം നമ്മൾ കണ്ടു. ബഷീറിന്റെ വീട്ടിൽ ഒരു കള്ളൻ വരാറുണ്ടായിരുന്നു, മോഷ്ടിക്കാനല്ല, ബഷീറിനെ കാണാൻ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയാണ് വരുന്നത്. അദ്ദേഹം കൈനീട്ടം കൊടുത്തിട്ട് പറഞ്ഞു പോയി, നീ സുഖമോഷണം നടത്തുക എന്ന് ആശീർവദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഈ പുരോഹിതന്മാരും അധികാരികളും നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് ആ അധികാരത്തെയും ഈ പൗരോഹിത്യത്തെയും ഒക്കെ തന്നെ വിറപ്പിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചത് ബഷീർ കഥയിലെ പൊൻകുരിശ് തോമയാണ്. കർത്താവിനെ കുരിശിലേറ്റിയത് മരക്കുരിശിലാണെങ്കിൽ കർത്താവിന് എന്തിനാണ്, പള്ളിക്ക് എന്തിനാണ് പൊൻകുരിശ് എന്ന ഒരു ചോദ്യം ചോദിച്ചത് കള്ളനാണ്. അത് മാത്രമല്ല, ആ കള്ളൻ തോമ എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്തു. ആളുകളെ ദ്രോഹിച്ച, എല്ലാവരെയും മർദ്ദിച്ച ഈ കടുവാമാത്തൻ എന്ന് പറയുന്ന പോലീസിന്റെ അടുത്തും അധികാരികളുടെ അടുത്തും ബിഷപ്പിന്റെ അടുത്തും ഒക്കെ തന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഈ കളവിന്റെ പേരിൽ മർദ്ദനമേറ്റ എല്ലാവരെയും രക്ഷപ്പെടുത്തണം, മാത്രമല്ല അവർക്ക് അതിന് പരിഹാരം, നഷ്ടപരിഹാരം കൂടി കൊടുക്കണം എന്ന് പറഞ്ഞ് കരാറിൽ ഒപ്പുവെപ്പിച്ചിട്ടാണ് പൊൻകുരിശ് തോമ എടുത്ത പൊൻകുരിശ് തിരിച്ചു കൊടുത്തത്. അപ്പോൾ കാക്കുന്നവനായതിൻ്റെ ഒരു കഥയാണ് ഇതിലൂടെ പറയുന്നത്. അത് മാത്രമല്ല, അങ്ങേയറ്റം പീഡിതരായ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യന്മാർക്കൊക്കെയും ജീവിതം എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ കവികൾ എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പോ തിരുവനന്തപുരത്ത് കനാലിൽ മരിച്ചുപോയ ജോയിയോട് നമ്മൾ ചോദിച്ചാൽ, സഹോദര, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ കനാലിൽ ഇറങ്ങാൻ താങ്കൾക്ക് തോന്നിയത്? അറപ്പ് തോന്നില്ലേ? മരിച്ചു പോകുമെന്ന് ഭീതി ഇല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ആ സഹോദരൻ പറയുക, നിത്യവൃത്തിക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടി വന്നിരിക്കുന്ന ആ മനുഷ്യൻ നമ്മോട് പറയുക, സുഹൃത്തെ, അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അറപ്പല്ലാതെ വരും. ഏത് പ്രതികൂല സാഹചര്യവും അനുകൂലമായ ഒരു സാഹചര്യമായിട്ട് മാറും. ജീവിത അനുഭവം കൊണ്ട് അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം മഹാകവി കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും, തനിയെ മധുരിച്ചിടാം സ്വയം പരിശീലിച്ചൊരു കയ്പ് ദാനമേ. അപ്പോൾ ഞങ്ങൾ ജീവിതാനുഭവം കൊണ്ട് കണ്ടത് ക്രാന്തദർശികളായ കവികൾ ഞങ്ങൾക്ക് വേണ്ടി കണ്ടു പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അങ്ങേയറ്റം പാർശ്വവൽക്കരിക്കപ്പെട്ട, അങ്ങേയറ്റം പാപങ്ങളായിട്ടുള്ള മനുഷ്യർക്ക് സാധിക്കും എന്ന്
നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് ഇവിടെ കവിയും കള്ളനും ഒരർത്ഥത്തിൽ രണ്ടുപേരും സൂക്ഷ്മതയുള്ള, വളരെ ശ്രദ്ധ വേണ്ടുന്ന ജോലി ചെയ്യുന്നവരാണ്. കളവൊരു ജോലിയാണോ എന്ന് ചോദിച്ചാൽ ബഷീർ പറയുന്നുണ്ട്, ബഷീർ കഥയിൽ അത് പറയുന്നുണ്ട്, അതൊരു ജോലിയാണ് എന്ന്. മണ്ടൻ മുത്തവയും ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമയൊക്കെ തന്നെ ഈ ജോലി ചെയ്യുന്നവരാണ്. കളവ് എന്ന് പറയുന്ന ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് കള്ളനും കവിയും കള്ളനും സാഹിത്യവും തമ്മിലുള്ള ഒരു ബന്ധം ഇവിടെ അനുസ്മരിച്ചുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കുന്നു.